അപ്പോല്ലേ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ട് കിട്ടിയപ്പം ഞാൻ കഴിച്ചു നോക്കിയത് ഒരു വൈറ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ അതെനിക്ക് കഴിച്ചു നോക്കിയപ്പോൾ വലിയ ഇഷ്ടമൊന്നും ആയില്ല. ഇത്രയും വില കൊടുത്ത് ഈ ടേസ്റ്റ് ഇല്ലാത്ത ഫ്രൂട്ട് എന്തിനാ മേടിക്കുന്നതെന്നൊക്കെ അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്ത് കിട്ടിയാലും നമ്മൾ അതിനെ ടേസ്റ്റി ആക്കി മാറ്റും. അതാണ്. അപ്പൊ അതെ, ഈ തോലുണ്ടല്ലോ ഇത് കളയുന്നില്ല കേട്ടോ, ഇത് നമ്മൾ മുഖത്തിടും. ഇത് ഉള്ളിൽ കഴിക്കുന്നത് പോലെ തന്നെ ഗുണമാണ് കേട്ടോ അത് മുഖത്തിട്ടാലും. അപ്പൊ ഇതിന്റെ പകുതി എടുത്തിട്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കഴിക്കാൻ രസമാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ലാത്തവർക്ക് ജ്യൂസ് അടിച്ച് തന്നെ കുടിക്കണം. അങ്ങനെ ഞാൻ കുറച്ച് പഞ്ചസാരയും കുറച്ച് പാലും ഒക്കെ ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം അത് മാത്രമായിട്ട് വലിയ സുമാറൊന്നും ഇല്ലാന്ന് തോന്നിയതുകൊണ്ട് ഇടയ്ക്ക് ഒരു ഏത്തപ്പഴവും പിന്നെ 2 കുഞ്ഞു പഴവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊരു മിന്നായം പോലെ കണ്ടത് എൻ്റെ റിസ്മോന്റെ സർക്കസ് പ്രാക്ടീസ് ആണ് കേട്ടോ. പഴത്തിനെ പോലും അവൻ വെറുതെ എടുത്തില്ല. എൻ്റെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഷേക്ക് അടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് അരിഞ്ഞതൊക്കെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഡെക്കറേഷൻ വേറൊന്നും ഇല്ലെങ്കിലും നമ്മുടെ പാൽ ഐസ് ഉണ്ടല്ലോ, ഐസ് പാല് എന്താ പറയണ്ടേ, ആ സാധനം അതങ്ങോട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്താലും മതി. വേറെ ഒന്നും